എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. പാകത്തിന് കളറായി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കണം. നമ്മൾ കാരമൽ ചെയ്ത പഞ്ചസാര ഇതുപോലെയാണ് ഉണ്ടാവുക. തിളച്ച് വരുമ്പോൾ പാലും കാരമൽ ചെയ്ത പഞ്ചസാരയെല്ലാം മിക്സായി വരും. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വറുത്ത് വെച്ച അരക്കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1/4 കപ്പ് ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചൗവരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചെറുതായി ഒന്ന് വേവിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ചൗവരി വെന്തതാണ്, അതുകൊണ്ട് സേമിയ വേവേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൗവരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. സേമിയയും ചൗവരിയെല്ലാം നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ്. മധുരത്തിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം പഞ്ചസാര കാരമൽ ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ഇതെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് സെറ്റായി വരട്ടെ. ചൗവരി ഇട്ട് കൊടുക്കുമ്പോൾ പായസത്തിന് നല്ല കട്ടി ഉണ്ടാവും. അത് നോക്കിയിട്ട് ലൂസാക്കി എടുക്കണം. പായസം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് നെയ്യിലാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ചൗവരി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.